തിരികെ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പ്രിയ സഖാവിൻ്റെ ഓർമ്മകളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പയ്യാമ്പലത്ത് നിന്ന് പി വി കുട്ടനും ഒപ്പം തന്നെ എം സന്തോഷും നമ്മളോടൊപ്പം ചേരുകയാണ്. കോടിയേരി സഖാവിൻ്റെ ഓർമ്മകൾ ഇന്നും ജ്വലിക്കുന്ന ഇടമാണ് പയ്യാമ്പലം എന്ന് പറയുന്നത്. ഉറങ്ങാത്ത ഓർമ്മകൾ, അണയാത്ത കനല ഇന്നും പ്രിയ സഖാവ് നമ്മളോടൊപ്പമുണ്ട്. കുട്ടനും സന്തോഷും നമ്മളോടൊപ്പം പയ്യാമ്പലത്ത് നിന്ന് ചേരുന്നു. കുട്ടൻ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. വിപ്ലവ സ്മരണകളുടെ ഒരു സഞ്ചയമാണ് പയ്യാമ്പലം എന്ന് പറയുന്നത്. അവിടെ മരിക്കാത്ത ഓർമ്മകളായി പ്രിയ നേതാക്കൾ ഉറങ്ങുന്ന ഇടം. പ്രിയ സഖാവ് കോടിയേരി ബാലകൃഷ്ണനും അവിടെ ഒരു ജ്വലിക്കുന്ന ഓർമ്മയായി നമ്മുടെ മുന്നിലുണ്ട്. ആ പയ്യാമ്പലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ സഖാവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എത്രയോ അനവധി ഇരമ്പി എത്തുന്നുണ്ട് കുട്ടൻ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. അതേ മനു, 2 വർഷം മുമ്പ് നമുക്കെല്ലാം ഓർമ്മയുണ്ട്. 10,000ങ്ങളാണ് സഖാവ് കോടിയേരിയെ യാത്രയാക്കാൻ എത്തിയത്. CPIM-നെ സംബന്ധിച്ചും കേരളത്തിൻ്റെ മണ്ഡലത്തെ ആകെ സംബന്ധിച്ചും വലിയ നഷ്ടമായിരുന്നു കോടിയേരിയുടെ വിയോഗം മൂലം ഉണ്ടായത്. കാരണം നമുക്കറിയാം, അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പൊതുപ്രവർത്തകൻ, ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി, MLA എന്ന നിലയിലൊക്കെ വലിയ രീതിയിൽ പേരെടുത്ത വ്യക്തിത്വമായിരുന്നു കോടിയേരിയുടേത്. അദ്ദേഹം പ്രവർത്തിച്ച കാലഘട്ടം എന്ന് പറയുന്നത് SFI സംസ്ഥാന സെക്രട്ടറി ആവുന്ന കാലഘട്ടം എന്നൊക്കെ പറയുന്ന അടിയന്തരാവസ്ഥയുടെ ഒരു ഘട്ടം. അതിനുശേഷം CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ കാലഘട്ടം. CPIM-നെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വലിയ വെല്ലുവിളികൾ, ഏറ്റവും വലിയ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു കണ്ണൂരിലെ CPIM-നെ കണ്ണൂരിൽ ഏറ്റവും വലിയ വിപുലമായ ജനകീയ അടിത്തറയുള്ള പാർട്ടിയാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ച നേതാവ് കോടിയേരി. അതോടൊപ്പം തന്നെ പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും നേരത്തെ ആഭ്യന്തരമന്ത്രിയായ ഘട്ടത്തിലൊക്കെ കേരളത്തിലും രാജ്യത്താകെയും മാതൃകയാവുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിലായിരുന്നു കോടിയേരിയുടെ പ്രവർത്തനം. CPIM-നെ സംബന്ധിച്ച്, CPM പ്രവർത്തകരെ സംബന്ധിച്ച് മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ നാടിനെ ആകെ സംബന്ധിച്ചും വലിയ നഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായത്. ഇവിടെ ഈ പയ്യാമ്പലത്ത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്, അന്ന് കോടിയേരിയെ യാത്രയാക്കുന്നതിന് വേണ്ടി തലശ്ശേരിയിലും അതോടൊപ്പം തന്നെ ഈ കണ്ണൂരിലേക്കുള്ള വിലാപയാത്രയുടെ വഴികളിലൊക്കെ 10,000ങ്ങളായിരുന്നു അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി തടിച്ചുകൂടിയിരുന്നത്. പയ്യാമ്പലത്തൊക്കെ ഇവിടെ ഈ പ്രദേശത്തേക്ക് പോലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും വലിയ ജനസഞ്ചയമായിരുന്നു കോടിയേരിയെ കാണാനും കോടിയേരിയെ യാത്രയാക്കാനും ഒക്കെ എത്തിയത്. ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സീതാറാം യെച്ചൂരിയുടെ മരണം, അതോടൊപ്പം തന്നെ സഖാവ് പുഷ്പേട്ടൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചു, MM ലോറൻസ്, അങ്ങനെ CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനപ്പെട്ടവരൊക്കെ മരിച്ചുപോയൊരു യാത്ര പറഞ്ഞു പോയൊരു കാലഘട്ടം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് കോടിയേരിയുടെ ഒരു സ്മരണ ദിനം കടന്നെത്തുന്നത്. വളരെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് പാർട്ടി കോടിയേരി ദിനം ആചരിക്കുന്നത്. ഇവിടെ രാവിലെ 8:30 മണിയോടുകൂടി തന്നെ പുഷ്പാർച്ചന നടക്കും. അതിന് പ്രധാനപ്പെട്ട നേതാക്കൾ MV ഗോവിന്ദൻ മാസ്റ്റർ, ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന നേതാക്കൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ 11:30 മണിക്ക് കോടിയേരിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കോടിയേരിയുടെ ഓർമ്മകൾ പങ്കിടുന്നതിന് വേണ്ടി മ്യൂസിയം തയ്യാറാക്കിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രാവിലെ 11:30 മണിക്കാണ് ചടങ്ങ് നടക്കുക. ഇപ്പോൾ സന്തോഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ്, എങ്ങനെയാണ് കോടിയേരി ദിനം കണ്ണൂരിലും കേരളത്തിലും CPIM കോടിയേരി എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് ഇന്നത്തെ ദിവസം? തീർച്ചയായും കുട്ടൻ, അതായത് CPIM അതിൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവിൻ്റെ 2ാം ഓർമ്മദിനം വിപുലമായ പരിപാടികളോട് തന്നെയാണ് ആചരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പ്രഭാതപേരിയോടുകൂടി ബ്രാഞ്ചുകളിലും CPIM ഓഫീസുകളിലും എല്ലാം തന്നെ പതാക ഉയർത്തി കോടിയേരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പരിപാടി ചടങ്ങ് നടക്കേണ്ടത് നമ്മളിപ്പോൾ നിൽക്കുന്ന പയ്യാമ്പലത്താണ്. ഇവിടെ കോടിയേരിയുടെ ഓർമ്മകളുടെ ഒരു കടലിരമ്പം തന്നെ നമുക്ക് കേൾക്കാം. 10,000കണക്കിന് ആളുകൾ ഒരുമിച്ച് മുദ്രാവാക്യം വിളികളോടെ കോടിയേരിയെ യാത്രയച്ച പയ്യാമ്പലത്തെ മണ്ണ്. ഇവിടെയാണ് കോടിയേരി അന്ത്യവിശ്രമം കൊള്ളുന്നത്. EK നായനാർക്കും അതോടൊപ്പം തന്നെ AKGയുടെയും എല്ലാം തന്നെ ഒരു സ്മൃതി മണ്ഡപത്തിന് അടുത്ത് ആണ് കോടിയേരിയുടെ സ്മൃതി മണ്ഡപമുള്ളത്. ഇവിടെ അല്പസമയത്തിനകം തന്നെ 8:30 ഈ പുഷ്പാർച്ചന ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുന്നത്. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, നിരവധിയായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാം തന്നെ ഈ ഒരു പുഷ്പാർച്ചന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അനുസ്മരണ യോഗവും ഇവിടെ തന്നെ ചേരുന്നുണ്ട്. നേതാക്കന്മാർ ഇവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷം 11:30 കോടിയേരിയുടെ മൂളിയിൽ നട
നടയിലെ വീട്ടിൽ അനുസ്മരണ പരിപാടി നടക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനമായും അവിടെ ഈ കോടിയേരിയുടെ പ്രിയ പത്നി വിനോദിനി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ കോടിയേരിയുടെ ഒരു മ്യൂസിയം തയ്യാറാക്കിയിട്ടുണ്ട്. ആ മ്യൂസിയത്തിന് പുറത്ത് കോടിയേരിയുടെ വെങ്കല പ്രതിമയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അനാച്ഛാദനം ചെയ്യുന്നത്. ആ ചടങ്ങാണ് മൂടിയൽ നടയിലെ കോടിയേരി വീട്ടിൽ ഏതാണ്ട് 11:30 ആ ചടങ്ങ് ആരംഭിക്കും. അവിടെ ഈ മ്യൂസിയത്തിന് താഴെ തന്നെ കോടിയേരിയുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ഈ വെങ്കല പ്രതിമ ഒരുക്കിയിട്ടുള്ളത്. ആ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കന്മാരും പങ്കെടുക്കും. വൈകുന്നേരം 4:30 തലശ്ശേരിയിൽ കോടിയേരിയിൽ തന്നെയാണ് അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും ചേരുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ഒരു ജനാവലി ഇന്ന് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും ഉണ്ടാകും. CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാരാട്ടാണ് വൈകുന്നേരത്തെ ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പ്രധാന പരിപാടികൾ കൂടാതെ നാടിൻ്റെ നാനാഭാഗങ്ങളിലും കോടിയേരി എന്ന അവരുടെ പ്രിയ നേതാവിനെ അനുസ്മരിക്കുന്ന ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടി ഓഫീസുകൾ അലങ്കരിച്ചും അതോടൊപ്പം തന്നെ പതാക ഉയർത്തിയും വിവിധ പരിപാടികൾ സെമിനാറുകളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ടും കോടിയേരിയെ നാട് വീണ്ടും അനുസ്മരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി തന്നെ നിരവധിയായിട്ടുള്ള പരിപാടികൾ തലശ്ശേരിയിലും കോടിയേരിയുടെ പ്രദേശങ്ങളിലും എല്ലാം തന്നെയും ഈ അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചൊക്ലിയിൽ വെച്ച് കോടിയേരി അനുസ്മരണ സെമിനാർ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്ത നിരവധി ആളുകളുടെ സാന്നിധ്യമുണ്ടായിരുന്ന കോടിയേരി അനുസ്മരണ സെമിനാറും സംഘടിക്കപ്പെട്ടു. അത്തരത്തിൽ കോടിയേരിയെ ഓർക്കാത്ത, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ നിൽക്കുമ്പോൾ ഈ 2 വർഷം കോടിയേരി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും ആ ഒരു ചിന്ത വന്നിട്ടില്ല. കാരണം എവിടെ പോയാൽ കോടിയേരിയുടെ ഓർമ്മകൾ, കോടിയേരിയുടെ നാമധേയത്തിലുള്ള സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ പൊതുവിടങ്ങൾ, ഒരുപക്ഷെ തലശ്ശേരി കോടിയേരിയിൽ മേഖലയിൽ ഇപ്പോൾ പുതുതായി ആരംഭിക്കുന്ന വായനശാലകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊതുവിടങ്ങളും എല്ലാം കോടിയേരിയുടെ നാമധേയത്തിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അത്തരത്തിൽ ഒരു നാട് ഒരു ദിവസം പോലും കോടിയേരിയെ ഓർക്കാത്ത ഒരു ദിനം കടന്നു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022 ഒക്ടോബർ 1 കോടിയേരി എന്ന ആ ധീര വിപ്ലവകാരി കേരളം കണ്ട ഏറ്റവും സമുന്നതനായ ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് വിടവാങ്ങി. അതിനുശേഷം ഇപ്പോൾ 2 വർഷം പിന്നിടുകയാണ്. ഈ ഒരു കാലയളവിൽ ഒരു ദിവസം പോലും കോടിയേരി ഓർക്കാതെ കടന്നുപോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും നൽകിയിട്ടുള്ള സംഭാവനകൾ ഓർക്കാതെ പോയിട്ടില്ല. ഈ ഒരു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടിയേരിയുടെ ഈ പരിപാടികൾ അല്ലെങ്കിൽ ഈ ഓർമ്മകൾ അതിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ എതിരാളികൾ പോലും കോടിയേരിയുടെ ഈ അനുസ്മരണ ദിനങ്ങളിലും മറ്റും കോടിയേരി അനുസ്മരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഏതായാലും വളരെ വൈകാരികമായിട്ടുള്ള ചില നിമിഷങ്ങളിലൂടെ കടന്നുപോയ പയ്യാമ്പലത്തെ ഈ മണൽത്തരികൾ, കോടിയേരിയുടെയും ഓർമ്മകൾ ഇരമ്പുന്ന ഈ ഒരു സ്ഥലം വീണ്ടും അല്പസമയത്തിനകം തന്നെ വീണ്ടും മുദ്രാവാക്യം വിളികളാൽ മുഖരിതമാകും. പാർട്ടി പ്രവർത്തകർ, അതോടൊപ്പം തന്നെ പാർട്ടി നേതാക്കൾ കോടിയേരി ബാലകൃഷ്ണൻ എന്ന സമുന്നത നേതാവിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കും. അദ്ദേഹത്തിൻ്റെ 2ാം ഓർമ്മ ദിനത്തിൽ ഈ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. ഈ സ്മൃതി മണ്ഡപം എന്ന് പറയുന്നത് ഉണ്ണി കാനായി രൂപകൽപ്പന ചെയ്തതാണ്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു സ്മൃതി മണ്ഡപമാണിത്. ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത കോടിയേരിയുടെ പുഞ്ചിരിക്കുന്ന മുഖം, അതോടൊപ്പം തന്നെ ഏറ്റവും മുകളിലായി രക്തനക്ഷത്രം, പിന്നീട് അതിന് താഴേക്ക് കോടിയേരി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളെല്ലാം അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ചെങ്കൊടി, അതിന് താഴെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഈ ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്ത പുഞ്ചിരിക്കുന്ന മുഖമുള്ള. അത്തരത്തിൽ പയ്യാമ്പലത്ത് എത്തുന്ന എല്ലാവരെയും ഈ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി കേരളത്തിൻ്റെ പ്രിയ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ അവരെ സ്വീകരിക്കും. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ലോക കമ്മ്യൂണിസ്റ്റുകളുടെ തീർത്ഥാടന കേന്ദ്രമാണ്. കാരണം കണ്ണൂരിലെത്തുന്നവർ ഇവിടെ എത്തി കോടിയേരി ബാലകൃഷ്ണനും EK നായനാർക്കും അതോടൊപ്പം തന്നെ ചടയൻ ഉൾപ്പെടെയുള്ളവർക്കും എല്ലാം തന്നെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു മുഷ്ടി ചുരുട്ടി ഒന്ന് മുദ്രാവാക്യം വിളിക്കാതെ ഇവിടെ നിന്നും മടങ്ങാറില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. വിപ്ലവ സ്മരണകൾ അലയടിക്കുന്ന പയ്യാമ്പലത്തിൻ്റെ തീരമാണിത്. വീണ്ടും കോടിയേരി എന്ന പ്രിയ നേതാവിൻ്റെ ഓർമ്മ പുതുക്കുന്നതിനായി ആയിരക്കണക്കിന് ആളുകൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. കണ്ണൂരിലെ സ്റ്റേഡിയം കോർണറിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ഈ ഒരു പയ്യാമ്പലത്തേക്ക് CPIM-ന്റെ നേതാക്കന്മാരും പ്രവർത്തകരും എത്തുക. ഇവിടെ പ്രകടനമായി എത്തിയതിന് ശേഷമായിരിക്കും പുഷ്പാർച്ചനയും മറ്റ് അനുസ്മരണ പരിപാടികളും എല്ലാം തന്നെ നടക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും അനുചിതമായ രീതിയിൽ, വിപുലമായ രീതിയിൽ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ 2ാം ഓർമ്മ ദിനം CPIM ആചരിക്കുന്നത്. ഏതായാലും കോടിയേരിയുടെ ഒരു നമുക്ക് PV കുട്ടനിലേക്ക് തന്നെ പോകാം. കോടിയേരിയുടെ ഒരുപക്ഷെ മറ്റാർക്കും കിട്ടാത്ത തരത്തിൽ ജനങ്ങളുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം. കോടിയേരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും
നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ കോടിയേരിയുടെ പേര് പറയുമ്പോൾ തന്നെ ആളുകളുടെ കണ്ണ് നനയുന്നവർ അല്ലേ? അത്രത്തോളം ഒരു ജനങ്ങളുമായി ഇടപഴകി നിന്ന ഒരു നേതാവായിരുന്നു കോടിയേരി അല്ലേ? പാർട്ടി പ്രവർത്തകരുമായും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളുമായൊക്കെ വളരെ വൈകാരികമായ ബന്ധം സൂക്ഷിച്ചിരുന്ന നേതാവായിരുന്നു കോടിയേരി. അദ്ദേഹത്തിന് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രവർത്തകർ, ഒരുപാട് പരിചയക്കാർ എല്ലാ ജില്ലകളിലും, കാരണം പ്രത്യേകിച്ച് SFI സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച ഒരു ഘട്ടം എന്നൊക്കെ പറയുന്നത് കോടിയേരിയെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും, എല്ലാ ഏരിയകളിലും, എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും അടക്കം വലിയ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM ഏറ്റവും വലിയ കടന്നാക്രമണം ആ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ ആകമാനം വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു ഘട്ടത്തിലായിരുന്നു കോടിയേരി. അത് പിണറായിക്ക് ശേഷം, പിണറായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയതിനു ശേഷം കോടിയേരി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുന്നത്. ആ ഘട്ടം പിണറായിയുടെയും കോടിയേരിയുടെയും ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് വലിയ രീതിയിൽ പാർട്ടി കടന്നാക്രമണം നേരിടുന്നൊരു സമയമായിരുന്നു. പാർട്ടി പല കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം, RSSൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഭീകരമായ അതിക്രമം, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അതിനൊക്കെ നെഞ്ചൂക്കോടെ ചെറുത്ത് നിന്നുകൊണ്ട്, പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട്, ജനകീയ പ്രതിരോധമൊക്കെ തീർത്തുകൊണ്ട് അതിനെയൊക്കെ ചെറുക്കുന്നതിന് വേണ്ടി ഉജ്ജ്വലമായ നേതൃത്വമായിരുന്നു കോടിയേരി വഹിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക്, പാർട്ടി സെൻറ്ററിലെ AK സെൻറ്ററിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോഴും പ്രവർത്തകരുമായുള്ള വലിയ രീതിയിലുള്ള ആത്മബന്ധം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം എവിടെ പരിപാടിക്ക്, പൊതുപരിപാടിക്ക് പോകുമ്പോഴായാലും പാർട്ടി പരിപാടിക്ക് പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അത് ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരുമായി പോലും വലിയ ആത്മബന്ധം സൂക്ഷിക്കുന്ന, ലാളിത്യമുള്ള നേതാവ് എന്ന രീതിയിൽ വളരെ വൈകാരികമായ ബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു കോടിയേരി. നമുക്കിപ്പോൾ പയ്യാമ്പലത്ത് കാണാം, സഖാവ് EK നയനാറിൻ്റെ സ്മൃതി കുടീരമാണ് ഇവിടെ. തൊട്ടപ്പുറത്ത് സഖാവ് ചടയൻ്റെ, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരുടെ അടുത്ത് തന്നെയാണ് കോടിയേരിയും അന്ത്യവിശ്രമം കൊള്ളുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക്, പയ്യാമ്പലത്തേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ പ്രിയപ്പെട്ട സഖാവിനെ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി, 2ാം വാർഷിക ദിനത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തും. CPIMൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MV ഗോവിന്ദ മാസ്റ്ററും ബൃന്ദാക്കാരാട്ടും ഉൾപ്പെടെയുള്ള നേതാക്കൾ, കണ്ണൂർ ജില്ലയിലെ നേതാക്കൾ, സംസ്ഥാന നേതാക്കളൊക്കെ ഉണ്ടാകും. കോടിയേരിയുടെ കുടുംബാംഗങ്ങൾ, കോടിയേരിയെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകർ, ബഹുജനങ്ങളൊക്കെ ഇവിടേക്ക്, പയ്യാമ്പലത്തേക്ക് അല്പസമയത്തിനകം തന്നെ ഒഴുകിയെത്തും. മനു. ശരി കുട്ടൻ, ശരി സന്തോഷ്. ഞാൻ പിന്നെ നിങ്ങളിലേക്ക് വരാം. കാരണം വിശദമായൊരു കാലഘട്ടത്തെക്കുറിച്ചായിരുന്നു രണ്ടുപേരും സംസാരിച്ചത്.